Hi all, welcome to TOS Academy. So, PSC എക്സാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ഡീൽ ചെയ്ത് പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരള PSCയുടെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, സയന്റിഫിക് ഓഫീസർ അല്ലെ, PSC നമ്മുടെ കേരള പോലീസ് സർവീസിലെ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഡോക്യുമെന്റ്സ്, ഈ 4 തസ്തികയിലേക്കാണ്. ഡോക്യുമെന്റ്സിൽ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിലെ സയന്റിഫിക് ഓഫീസറിന്റെ കോച്ചിങ് വളരെ ഇന്റൻസീവ് ആയിട്ട് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അതായത് നമ്മുടെ ഈ ഒരു സയന്റിഫിക് ഓഫീസർ എക്സാമിന് വേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസ് അനുസരിച്ച് ഏകദേശം 10ഓളം സബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, ഒത്തിരി ലെങ്തി ആയി പോകും അല്ലെ. അപ്പൊ നമ്മൾ പല തവണയായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എസ്ഒയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ ആർ ഈക്വൽ. ദ റേഷ്യോ ഓഫ് ദെയർ വെലോസിറ്റീസ് ഈസ്. അല്ലെ, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സോ നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? h/mv ആണ് അല്ലെ. ലാംഡ ഈക്വൽ ടു h/mv. അപ്പൊ 2 കേസ് തന്നിട്ടുണ്ട്, പ്രോട്ടോണിന്റെ കേസും ആൽഫ പാർട്ടിക്കിളിന്റെ കേസും. അപ്പൊ നമുക്ക് എഴുതാം എന്താണ്? ലാംഡ p ഇസ് ഈക്വൽ ടു h/mp/vp അല്ലെ. വേർ h എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ് ഓഫ് പ്രോട്ടോൺ, v വെലോസിറ്റി ആണ് അല്ലെ. ആൻഡ് ലാംഡ p എന്ന് പറയുന്നതിന്റെ വേവ് ലെങ്ത് പ്രോട്ടോണിന്റെ, ആൻഡ് ലാംഡ ആൽഫ അതായത് വേവ് ലെങ്ത് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു h/m ആൽഫ v ആൽഫ അല്ലെ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 2 ലാംഡാസും ഈക്വൽ ആണ് അല്ലെ. ലാംഡ p ഇസ് ഈക്വൽ ടു ലാംഡ ആൽഫ. എളുപ്പമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. സോ എങ്ങനെ എഴുതാൻ പറ്റും? h is equal to mp/vp is equal to h/mp/vp is equal to h/m alpha v alpha അല്ലെ. h വെച്ചും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? m alpha v alpha is equal to mp/vp അല്ലെ. ഇനി ഒരൊറ്റ കാര്യം കൂടി അറിയെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിലേക്ക് ഇത് കൊണ്ടുചെല്ലാം. നമുക്ക് ജസ്റ്റ് വെലോസിറ്റി v alpha by vp is equal to mp/m alpha അല്ലെ, ഇങ്ങനെയും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് എന്തറിയാം? മാസ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ എന്താണ്? മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. 2 ഇക്വേഷൻ, അതായത് ലാംഡ ഈക്വൽ ടു h/mv എന്ന് പറയുന്ന ഇക്വേഷനും ഈ ഒരു കാര്യം അറിയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു 4 into മാസ് ഓഫ് പ്രോട്ടോൺ ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അത് മാത്രം ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതിയായിരിക്കും. അപ്പൊ v alpha by vp is equal to മാസ് ഓഫ് പ്രോട്ടോൺ 1 ആണെങ്കിൽ മാസ് ഓഫ് ആൽഫ is equal to 4. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇനി വളരെ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കൂ. റേഷ്യോ ഓഫ് ദെയർ വെലോസിറ്റീസ് ഈസ് അല്ലെ. അവരുടെ വെലോസിറ്റീസിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള അത് കറക്റ്റ് ആയിട്ട് നോക്കണം. മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചെയ്ത് വന്നപ്പം ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് vp/v ആൽഫയാണ് വേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു 4/1. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഈക്വൽ ടു 4:1. ഇനി ചില സമയത്ത് അവർ റേഷ്യോ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ടു പ്രോട്ടോൺ അത് കറക്റ്റ് ആയിട്ട് മിക്കവാറും ഈ സെറ്റിന്റെ പോലത്തെ എക്സാമുകൾക്കൊക്കെ അവര് കുട്ടികളുടെ ചെറിയൊരു മിസ്റ്റേക്ക് അത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ് ആ രീതിയിൽ റേഷ്യോ ക്വസ്റ്റിന്റെ എൻഡിൽ തിരിച്ചു ചോദിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും റേഷ്യോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കണം ഏത് തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ആ റേഷ്യോ വേണം എടുത്ത് നമ്മൾ ചെയ്യാൻ. കാരണം ആൻസറിൽ ഓപ്ഷനിൽ എന്തായാലും 1:4 ഉണ്ടായിരിക്കും, 4:1 ഉണ്ടായിരിക്കും. അപ്പൊ അതിലേതായിരിക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ എക്സ്പെരിമെന്റ് ദ മെഷേർഡ് വാല്യൂസ് ഓഫ് എ വേരിയബിൾ ആർ റെസ്പെക്റ്റീവ്ലി 1, 2, 3, 4 അല്ലെ. ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മെഷേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന ക്രമത്തിലാണ് അല്ലെ. while the probability corresponding to them are, and ഓരോന്നിനുള്ള പ്രോബബിലിറ്റി എന്താണ് 1/4 അല്ലെ. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/4 ആണ് പ്രോബിലിറ്റി, 2ന് 1/4, 3, 4 എല്ലാത്തിനും 1/4 ആണ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. then the expectation values of x and x square are അല്ലെ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ളതാണ്. കണ്ട ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ PSC എക്സാമുകൾക്ക് പൊതുവെ ചോദിക്കാറുള്ളൂ അല്ലെ. then the expectation values of x and x are, പ്രത്യേകിച്ച് SO പോലത്തെ എക്സാമുകൾക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് കയറി വരാൻ പറ്റും. ഓക്കെ, then the expectation values of x and x square are 2.5 and 7.5, 7.5 and 2.5, 0.5 and 0.5, none of this അല്ലെ. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ചെയ്യേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. പ്രോബബിലിറ്റി തന്നിട്ട് എക്സ്പെക്ടേഷൻ വാല്യൂ ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഇങ്ങനെയല്ലേ എഴുതുക. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെയാണ്, പ്രോബബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ സിഗ്മ ഓഫ് PI XI അല്ലെ. സിഗ്മ ഓഫ് PI XI തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ആൻഡ് തന്നിരിക്കുന്ന മെഷർമെന്റ് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ സമ്മേഷൻ എത്ര കേസുകൾ ഉണ്ടോ അതിന്റെ സമ്മേഷൻ എടുക്കുക. വേർ PI എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ദി ith സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, P1 x1 പ്ലസ് 4 കേസാണ് അല്ലെ, P2 x2 പ്ലസ് P3 x3 പ്ലസ് P4 x4 അല്ലെ. അപ്പൊ അവിടെ നോക്കിക്കേ, പ്രോബബിലിറ്റി എല്ലാത്തിന്റെയും 1/4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് സംശയിക്കാനൊന്നുമില്ല. 1/4 into 1 പ്ലസ് അടുത്തത് 1/4 into 2 പ്ലസ് 1/4 into 3 പ്ലസ് 1/4 into 4. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മാത്തമാറ്റിക്കലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. മൊത്തം 10/4 എന്ന് നമുക്ക് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1.5. ക്ലിയർ, സോറി, വിച്ച് ഇസ് ഈക്വൽ ടു 2.5. ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും അല്ലെ. സെയിം പ്രൊസീജിയർ, പക്ഷെ എന്ത് മാത്രമേ ഉള്ളൂ, PI XI സ്ക്വയർ അല്ലെ. അങ്ങനെ മാറില്ലേ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ P1 x1 സ്ക്വയർ പ്ലസ് P2 x2 സ്ക്വയർ പ്ലസ് P3 x3 സ്ക്വയർ പ്ലസ് P4 x4 സ്ക്വയർ അല്ലെ. അപ്പൊ ഇനി ജസ്റ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉള്ളൂ. 1/4 into 1 സ്ക്വയർ പ്ലസ് 1/4 into 2 സ്ക്വയർ പ്ലസ് 1/4 into 3 സ്ക്വയർ പ്ലസ് 1/4 into 4 സ്ക്വയർ അല്ലെ. ഇത് നിങ്ങൾ മാത്തമാറ്റിക്കലി ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ 30/4 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 7.5. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, 2.5ഉം 7.5ഉം വരുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക ഏത് ഓപ്ഷൻ വരും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ SO പോലുള്ള എക്സാമുകൾക്ക്, PSC എക്സാമുകൾക്ക് പൊതുവേ നമ്മൾ വേണ്ടത് പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അത് തെറ്റാതെ ആൻസർ ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും പഠിച്ച കാര്യങ്ങൾ, ഈവൻ തിയറട്ടിക്കൽ പോർഷൻസ് ആണെങ്കിൽ പോലും അത് വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കുക, പഠിച്ചത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ നമുക്കൊക്കെ മടിയായിരിക്കും. പക്ഷേ ഒരു PSC എക്സാമിന്റെ കീ എലമെന്റ് എന്ന് പറയുന്നത് ഈ റിപ്പറ്റേഷൻ ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The Fermi-Dirac occupation index is given by FFD is equal. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. സ്റ്റാറ്റ്മിക് പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ഇക്വേഷൻ മെമ്മറൈസ് ചെയ്തേ മതിയാവുള്ളൂ അല്ലെ. കാരണം പല സിറ്റുവേഷനിലും ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. 1/e raised to EI, difference of energy, E initial minus E final by kT plus 1, where EF is called the Fermi energy. The value of FD at the absolute zero of temperature and ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്.
equal to minus infinity is. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ എളുപ്പമുള്ള, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 എണ്ണം ചെയ്തതിനേക്കാളും അത്രയും പോലും ടൈം എടുക്കാത്ത വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, ഈ പറയുന്ന വാല്യൂ കാണണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഈ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ടഫ് ആകുന്ന ഈ ഒരു പാർട്ടിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്, EI മൈനസ് ഡിഫറൻസ് ഇൻ എനർജി ബൈ KT ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് FD യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ അല്ലെ. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ഒരു ലെങ്ത് കണ്ടിട്ട് ഒന്നും നമ്മൾ അതിനെ ലീവ് ചെയ്ത് പോകരുത്. അപ്പം ഇത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക, നമ്മളൊരു സബ്ജക്ട് പഠിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയ്ക്കേ ഉള്ളൂ ഇതെന്നൊക്കെ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പോ ഇത് ടഫാണ്, എക്സാം ടഫായിരിക്കും, വേക്കൻസി കുറവായിരിക്കും എന്നൊന്നും ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏകദേശം 10-40 പേരുടെ 49 സംതിങ് പേരുടെ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഫിസിക്സിനൊക്കെ ഇപ്പൊ ഓൾറെഡി ആ ലിസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചു. അപ്പം റീസെന്റ് പത്രത്തിൽ നമ്മൾ ന്യൂസും കണ്ടിട്ടുണ്ട് അല്ലെ, സയന്റിഫിക് ഓഫീസറിന്റെ പോസ്റ്റുകൾ കൂട്ടുകയാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഓരോ സബ്ജക്റ്റിന് ഇത്ര പോസ്റ്റ് കൂട്ടുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ റീസെന്റ് കണ്ടു. അപ്പം ആ പോസ്റ്റുകളൊക്കെ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഫോറൻസിക് ഓഫീസർ അല്ല, ഈ ഫോറൻസിക് സയൻസ് പഠിച്ചവര് ഇതിനെതിരെ കേസ് പോയിട്ടുണ്ട്. അതായത് അവർക്കും ഒരു അവസരം, ഈ ഒരു എക്സാം എഴുതാനുള്ള അവസരം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭാവിയിൽ ചിലപ്പോൾ അതിന്റെ ഇഫക്റ്റ് ആയിട്ട് നമ്മളെ പോലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ചവർക്ക് എക്സാം എഴുതാൻ മീൻസ് നമ്മളെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റുകയും അവർക്ക് മാത്രമായിട്ട് ഇത് കൊടുക്കുക, എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലെ. അല്ലെങ്കിൽ നമ്മളെ നിലനിർത്തിക്കൊണ്ട് അവരെ കൂടെ ആഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അപ്പൊ എന്ത് സംഭവിച്ചാലും അത് ഇപ്പം നമ്മുടെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മാത്രമുള്ള ഒരു പോസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കുറയും. അപ്പൊ അതിനൊക്കെ മുമ്പ് തന്നെ എന്തെങ്കിലും മാറ്റമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു പോസ്റ്റ് എഴുതിയെടുക്കാൻ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. അതെങ്ങനെ സോൾവ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോ FFD അല്ലെ is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ്, 1/e raised to EI minus EF by KT plus 1 അല്ലെ, അതല്ലേ നമ്മുടെ ഇക്വേഷൻ. ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു പാർട്ട് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ 1/e raised to മൈനസ് ഇൻഫിനിറ്റി പ്ലസ് 1 എന്നാവും അല്ലെ. ഇനി നമുക്ക് e raised to മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ അറിയാലോ. e raised to മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 1/e raised to infinity which is equal to 0 ആണ് അല്ലെ, which is equal to 0. So അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ 1/e ഇത് 0 പ്ലസ് 1. ആൻസർ എന്താണ്, ഓപ്ഷൻ അല്ലെ 1 ആണ് ആൻസർ വരുന്നത് കേട്ടോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. മറ്റ് ചിലപ്പം ക്വസ്റ്റ്യൻ ഷോർട്ട് ലെങ്ത് ആണെങ്കിലും പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് കൂടും അല്ലെ. പക്ഷെ ക്വസ്റ്റ്യൻസ് വലുതാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് ഇതേപോലെ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കുമ്പോഴേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത നമുക്ക് മൈക്രോ പ്രോസസ്സറിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ ഈ ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ടോപ്പിക് എത്രത്തോളം പേര് PGയിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ പഠിക്കാത്തവരെ സംബന്ധിച്ച് ഇത് കുറച്ച് ന്യൂ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ. കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ റിസൾട്ടന്റ് ഓഫ് ദ ബൈനറി സബ്ട്രാക്ഷൻ 1110101 മൈനസ് 0011110 ഈസ്. അപ്പം ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ ഏത് ആൻസർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ബൈനറി സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 2's കോംപ്ലിമെന്റ് കാണണം അല്ലെ. 2's കോംപ്ലിമെന്റ് എങ്ങനെ കാണാം, 1's കോംപ്ലിമെന്റ് കാണുക പ്ലസ് 1 ചെയ്യുക, അതാണ് 2's കോംപ്ലിമെന്റ്. എന്നിട്ട് ഈ നമ്പറിന്റെ കൂടെ നെഗറ്റീവ് നമ്പർ, നമ്മൾ 2's കോംപ്ലിമെന്റ് കാണേണ്ടത് ഏതാണോ കുറയ്ക്കേണ്ടത് ആ നമ്പറിന്റെ ആണ് കേട്ടോ. അതിന്റെ 2's കോംപ്ലിമെന്റ് എന്നിട്ട് ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഒരു ബൈനറി സബ്ട്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ടല്ലോ, നെഗറ്റീവിന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ, അതിന്റെ 2's കോംപ്ലിമെന്റ് കാണണം. 2's കോംപ്ലിമെന്റ് കണ്ട ശേഷം ഈ നമ്പറുമായിട്ട് ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഇതാണ് ബൈനറി സബ്ട്രാക്ഷന്റെ മെത്തേഡ്. അപ്പൊ 2's കോംപ്ലിമെന്റ് കാണാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് 1's കോംപ്ലിമെന്റ് കാണണം പ്ലസ് 1 ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മുടെ സബ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് ടൂസ് ബൈനറി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 00111 ഓക്കെ 0011110. അപ്പം ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണണം അല്ലെ. ടൂസ് കോംപ്ലിമെന്റ് കാണാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു എന്താണ്, വൺസ് കോംപ്ലിമെന്റ് ആദ്യം ഡിറ്റർമൈൻ ചെയ്യാം. വൺസ് കോംപ്ലിമെന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഒരു വഴിയുള്ളൂ. എന്താ ചെയ്യുക, സീറോയിനെ 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക, വണ്ണിനെ എല്ലാം 0 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പം ഈ ഒരു നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്താണ്, 11000001. ക്ലിയർ ആണല്ലോ. സീറോയിനെ 1 ആക്കി മാറ്റി, വണ്ണിനെ എല്ലാം 0 ആക്കി മാറ്റി. അപ്പൊ കറക്റ്റ് അല്ലേ, ഇങ്ങനെ എഴുതി അല്ലെ. ഇനി വൺസ് കോംപ്ലിമെന്റ് കണ്ടു, എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം. വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ 1 ബൈനറി അഡീഷൻ ആണ്. 11001 അല്ലെ. അപ്പൊ ഇവിടെ 1 വരും, 00011. അപ്പൊ ഇതാണ് എന്ത്, സെക്കൻഡ് ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ വൺസ് കോംപ്ലിമെന്റ് കണ്ടിട്ട് +1 ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന ടൂസ് കോംപ്ലിമെന്റ്. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മുടെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ബൈനറി ഡിജിറ്റ് ഇതാണ് 1110101 അല്ലെ. അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ടൂസ് കോംപ്ലിമെന്റ് ആഡ് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എങ്കിലും സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് തന്നിരിക്കുന്നതിനോട് കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ 0100011 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ബൈനറി അഡീഷൻ ആണ്, ശ്രദ്ധിക്കണം. 101 അല്ലെ, 011 1 + 0 1 000 1 + 0 1. ഇവിടെ വരുമ്പോൾ 1101 അല്ലെ, 110 ക്യാരി ഓവർ ആണ് 1, 01 എന്ന് പറയുന്നത് 1 അല്ലെ. അപ്പം ഇതാണ് ക്യാരി. ക്യാരി നമ്മൾ ആൻസറിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. എന്താണ് വരിക, 1010111. അപ്പൊ അത് ഏതാ നമ്മുടെ ഓപ്ഷൻ എന്ന് ചെക്ക് ചെയ്യാം. ഏതാണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലെ. 1010111 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മൈക്രോ പ്രോസസർ അറിയാത്തവരെ സംബന്ധിച്ച് എത്രത്തോളം ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ മുമ്പ് പഠിക്കാനുണ്ട് അല്ലെ. ബൈനറിയിലേക്കുള്ള കൺവേർഷൻ, ബൈനറിയുടെ അഡീഷൻ. അപ്പൊ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ, നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മൈക്രോ പ്രോസസറിന്റെ ആർക്കിടെക്ചർ കംപ്ലീറ്റ് സിലബസ് ബേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അഡീഷനും സബ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിക്കോളും. അല്ലാതെ ഓൾറെഡി സബ്ജക്റ്റിനെ കുറിച്ച് ധാരണ ഉള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ന്യൂക്ലിയർ ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ് ബെറിലിയം ആസ് പ്രെഡിക്റ്റഡ് ബൈ ന്യൂക്ലിയർ ഷെൽ മോഡൽ ഈസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട്, അപ്പൊ നമ്മൾ ഇവിടെ അതിനൊരു എളുപ്പ വഴി, ഇത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്. വൺസ് അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ ഫില്ലിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു ഇത് SPPD ഇപ്പൊ ഇനീഷ്യലി ആയതുകൊണ്ട് അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബെറീലിയം ആണ് അല്ലെ, ബെറീലിയം 49 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് ആദ്യം എന്ത് ഡിറ്റർമൈൻ ചെയ്യണം, നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെ. അപ്പൊ ബെറീലിയത്തിൽ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 4 അല്ലെ. നമ്പർ ഓഫ് ന്യൂട്രോൺ, ന്യൂട്രോൺ എത്രയായിരിക്കും, എന്താണ് 9 ആണ് മാസ് നമ്പർ അല്ലെ. അപ്പൊ മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അപ്പൊ 9 - 4 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും, വിച്ച് ഇസ് എ നമ്പർ ഓഫ് ന്യൂട്രോൺ. സോ 5 ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഏതാണ്, ഓഡ് ഈവൻ അല്ലെ. പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ നമ്പർ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഏതാണോ ഓഡ് വരുന്നത്, അത് ഏതുമാവാം, ചിലതിന് പ്രോട്ടോണിന്റെ നമ്പർ ആയിരിക്കാം ഓഡ് വരുന്നത്. അപ്പൊ ഏതാണോ ഓഡ് വരുന്നത് അതാണ് നമ്മൾ ഈ പറയുന്നതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. അപ്പം എസ്സില് ഹാഫ്, രണ്ടെണ്ണത്തിന് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എങ്ങനെ ഫില്ല് ചെയ്യുന്നത്, 2j + 1 അല്ലെ, 2j + 1. അപ്പൊ 2 × j എന്താണ്, ഹാഫ് + 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. രണ്ടെണ്ണത്തിന് ഫില്ല് ചെയ്യാം. പിയിൽ എന്താണ്, P 3/2 ആണ് ആദ്യം വരിക അല്ലെ. P 3/2 ആണ് ലോവർ എനർജി ഉള്ളത്. സോ P 3/2
എത്ര എണ്ണത്തിന് ഫില്ല് ചെയ്യണം? 5 എണ്ണത്തിന് അല്ലെ. അപ്പം ബാക്കി ഇനി 3 എണ്ണേ ഉള്ളൂ. നമുക്ക് ഇവിടെ 4 എണ്ണത്തിന് ഫില്ല് ചെയ്യാം. കാരണം 2 × 3/2 + 1 വരും അല്ലെ, which is 3 + 1 = 4. 4 എണ്ണത്തിന് ഫില്ല് ചെയ്യാം, പക്ഷെ 3 എണ്ണം മതി, which is equal to, അപ്പൊ നമ്മുടെ പി ഷെല്ലിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ഷെല്ല് ഫില്ല് ചെയ്ത് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അതനുസരിച്ചാണ് നമ്മൾ അതിന്റെ പാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അക്കോർഡിംഗ് ടു ഷെൽ മോഡൽ അതിന്റെ സ്പിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/2 ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതാണ് അതിന്റെ സ്പിൻ, ഇൻട്രിൻസിക് സ്പിൻ എന്ന് പറയുന്നത്. അപ്പൊ 3/2 ആണ് സ്പിന്ന്. പാരിറ്റി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? -1 all raised to L. എല്ലിന്റെ വാല്യൂ എന്താണ്? L = 0, 1, 2 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, അങ്ങനെ. അപ്പൊ -1 all raised to L. L എന്ന് പറയുമ്പം ഇവിടെ എത്ര? L = P ആണ് അല്ലെ, P അല്ലേ. അപ്പൊ P ഷെൽ ആയതുകൊണ്ട് -1 all raised to 1 എന്ന് വരും, which is equal to -1 അല്ലെ. അപ്പൊ പാരിറ്റി നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? ഓഡ് പാരിറ്റി ആണ് അല്ലെ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ the spin and parity of beryllium 49 as predicted by nuclear shell model എങ്ങനെയാണ്? 3/2 ഓഡ് ആണ്, 3/2 ഓഡ്. അപ്പം ഇത് പല രീതിയിലായിരിക്കും പലരും ഫോളോ ചെയ്യുന്നത്. ചിലർ ഫിഗർ ഒക്കെ വരച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ഒരു പ്രൊസീജിയറാണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമ്മൾ ഫാസ്റ്റ് ആവും ആ ഒരു പ്രൊസീജിയറിൽ അല്ലെ. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോട്ട്സിലൊക്കെ എഴുതിയെടുക്കുക, റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ സയന്റിഫിക് ഓഫീസർ, കേരള പോലീസിലെ സയന്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞ തസ്തിക വളരെ ക്രൂഷ്യൽ ആണ്. നിങ്ങൾക്ക് അറിയാം, ഒരു 50,000 above ബേസിക് സാലറി കിട്ടുന്ന, നമ്മൾ ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ ആ ഒരു എമൗണ്ട് പേയ്മെന്റ് കിട്ടുന്ന ഗസറ്റഡ് പോസ്റ്റിലുള്ള ഒരു വിജ്ഞാപനമാണ് PSC നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പം ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്തായാലും നല്ലൊരു ജോലി അവസരമുണ്ട്. കാരണം ഓൾറെഡി ലിസ്റ്റ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് ഇപ്പം വാലിഡ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് അല്ലെ, ഇതുവരെ എക്സ്പയർ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുവരെ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏത് ക്വയറീസിനും, എന്ത് ക്വയറീസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.